ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മാരിയപ്പനെ ഇന്ന് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? മാരിയപ്പനെയും കൊണ്ട് രേഷ്മയുടെ വീട്ടിൽ പോയി. പക്ഷേ മാരിയപ്പന് രേഷ്മയെ തിരിച്ചറിയാനായില്ല. ഇനിയിപ്പോൾ ആകെയുള്ള വഴി മാരിയപ്പനെയും കൊണ്ട് മധുരയ്ക്ക് പോവുക. അവിടെ ചെന്നിട്ട് വിശദമായ ഒരു അന്വേഷണം നടത്തുക. എന്തെങ്കിലും രേഖകളിൽ രേഷ്മയുമായി ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞ വിഷ്ണുവേട്ടന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാൻ പറ്റും. അങ്ങനെ പോയാൽ എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് മാഡത്തിന് ഉറപ്പുണ്ടോ? എന്റെ മനസ്സ് പറയുന്ന റസാക്കെ, എന്റെ ഈ യാത്ര കൊണ്ട് ഏതാണ്ട് എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കിട്ടുമെന്ന്. രേഷ്മയെ മാരിയപ്പനല്ലേ തിരിച്ചറിയാൻ പറ്റാതായിട്ടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞാലോ? എന്തിന് രേഷ്മ ഇതെല്ലാം ഒളിക്കുന്നു അല്ലെങ്കിൽ ഒളിപ്പിക്കുന്നു? എനിക്ക് മനസ്സിലാവാത്തത് അതാ. ഒരു കാര്യം ഉറപ്പാണ് മാഡം, നമ്മൾ കാണുന്ന ഒരാളല്ല രേഷ്മ. ഇന്നലത്തെ സംഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അതാണ്. ഇനി ശല്യപ്പെടുത്തിയ എനിക്കെതിരെ DGPക്ക് പരാതി കൊടുക്കുമെന്ന് വരെ പറഞ്ഞു. ഈ യാത്രയിലെല്ലാം കലങ്ങി തെളിയണം. റസാക്കിനെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ എന്റെ ഒപ്പം വരാം. മാഡത്തിന്റെ പോക്കിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല. ഈ പോക്ക് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ മാഡം? ഉണ്ട്. എനിക്കിതിന്റെ മുഴുവൻ സത്യാവസ്ഥയും അറിയണം. വിഷ്ണുവേട്ടനെ പോലെ ഒരാളെ ദഹിപ്പിച്ചു എന്ന് പറയുന്ന സ്ഥലം എനിക്ക് കാണണം. വിഷ്ണുവേട്ടൻ എന്ത് സംഭവിച്ചു എന്നും എനിക്കറിയണം. ഈശ്വര, അച്ഛനെല്ലാം കേട്ടോ? എനിക്കെല്ലാം മനസ്സിലായി. എന്നോട് എന്റെ മോൾ ഇങ്ങനെ ചെയ്യുന്നേ ഞാൻ ഓർത്തില്ല. വിഷ്ണുവിൽ ഇപ്പൊ സംസാരിച്ചേ എന്നിട്ട് എനിക്ക് കട്ട് ചെയ്ത് കളഞ്ഞ വിഷ്ണുട്ടനായിരുന്നു. ഇന്ന് വൈകിട്ട് വരുമ്പോഴേ വിഷ്ണുട്ടൻ കൂടെ കാണും. അത് മതി, അവൻ വൈകിട്ട് വന്നാ മതി. അപ്പൊ സംസാരിക്കാലോ. എന്ത് വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും. ഇനി വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. സാറേ, തൈലം ചൂടാക്കി വെച്ചിട്ടുണ്ട്, കുളിക്കണ്ടേ? ആ, ഇനി അതിനൊരു കുറവും വരുന്നുണ്ട. എനിക്ക് സാറേ. എടോ പിള്ളേ, വിഷ്ണു വരും. ഇന്ന് വൈകിട്ടേ ശാലിനി മോളെ അവനെ കൊണ്ടുവരാൻ പോവാ.